ആദ്യമായിട്ട് പറയട്ടെ, എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളത്. എന്നിട്ടാണ് ഇന്ത്യയിൽ ഈ കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും എന്നുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പറയാൻ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ നോക്കുന്ന ഇടയ്ക്ക് ഒരു നല്ല സമാധാനത്തിൻ്റെ 2 വരികൾ ഇന്ത്യയിൽ വായിക്കാനിടയായി. അപ്പോൾ എന്ത് സംഭവിക്കും സ്വർണ്ണവിലയ്ക്ക് എന്നുള്ളത് കൂടി ഇന്ത്യയിൽ പറയാം. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഭയങ്കരമായ രീതിയിൽ കൂടിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഭയങ്കരമായ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് കീവിലേക്ക് റഷ്യൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 16 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉക്രൈൻ്റെ വെസ്റ്റേൺ ഭാഗത്തേക്ക് അറ്റാക്ക് 4 പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നോർത്തേൺ വെസ്റ്റേൺ റീജിയൻസിൽ 3 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മിക്ലോവ് റീജിയൻസിലേക്ക് ഡ്രോൺ അറ്റാക്ക് റഷ്യ നടത്തിയിട്ട് അവിടെ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാർക്കീവിലേക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്കൊക്കെ അറ്റാക്ക് പോയിട്ടുണ്ട്. 3 പേര് അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. നല്ല ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണം റഷ്യ ഉക്രൈനിലേക്ക് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. 12 ഡ്രോണുകൾ മോസ്കോയിലേക്കും വന്നു എന്നാണ് പറയുന്നത്. അത് ടാർഗറ്റ് ചെയ്ത് അവരൊക്കെ തടുത്തു എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്. റഷ്യയിലേക്ക് ഉക്രൈൻ്റെ ഡ്രോണുകളും വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം കൊണ്ട് അവിടുത്തെ എയർപോർട്ടുകൾ പോലും റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട്. 188 ഡ്രോൺ മിസൈലുകൾ ചൊവ്വാഴ്ച മുതൽ റഷ്യയിലേക്ക് വന്നിട്ടുണ്ടെന്ന് റഷ്യയും പറയുന്നുണ്ട്. റഷ്യ പറയുന്ന അവർ സൈന്യം മുന്നേറാണ്. 2 സെറ്റിൽമെൻറ്റ് ഡൊണസ്ക് റീജിയൻസിലും 1 സെമി റീജിയൻസിലൊക്കെ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു തന്ത്രമാണ് ഈ അറ്റാക്കുകളിലൂടെ ഒക്കെ റഷ്യ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെയാണ് സെലൻസ്കി പറയുന്നത്. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ പ്രിസണേഴ്സിനെ വിട്ടിട്ടുണ്ടായിരുന്നു, പ്രിസണർ എക്സ്ചേഞ്ച്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഇപ്പോൾ സമാധാനത്തിൻ്റെ എന്ത് വരികളാണ് എന്തെങ്കിലും കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇടയിൽ കുടുങ്ങിയ പോലെ ഒരു ജസ്റ്റ് ഇങ്ങനെ കണ്ട വരികളായിരുന്നു. പക്ഷേ അത് വളരെയധികം ഇന്ത്യയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 268 പ്രിസണേഴ്സ് 268 ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉക്രൈന് റഷ്യ ചെയ്തിട്ടുണ്ട് പ്രിസണേഴ്സിനൊക്കെ. അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതല്ല ഇതിൽ പറയാനുള്ള ആ കാര്യം എന്താണെന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ വരികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ വരികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ പറഞ്ഞിട്ടുണ്ട് ഈ പ്രിസണർ ഓഫ് വാർ 1000 പ്രിസണേഴ്സ് ഓഫ് വാർസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പ്രിസണേഴ്സ് ഓപ്പിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ റഷ്യ ഉക്രൈന് സെൻഡ് ചെയ്യുമത്രേ ഒരു പീസ് സെറ്റിൽമെൻറ്റ്, അല്ലെങ്കിൽ ടേംസ് ഫോർ പീസ് സെറ്റിൽമെൻറ്റിനുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ രേഖ നേരത്തെ മെമ്മറണ്ടം റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പീസ് സെറ്റിൽമെൻറ്റ്, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ടേംസ് കണ്ടീഷൻസുകളൊക്കെ ഉക്രൈന് റഷ്യ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് ഇനിയിപ്പോൾ 1000 ആൾക്കാർ കുറച്ചും കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല ഫ്രൈഡേയും സാറ്റർഡേയും 2 ബിസിനസ് എക്സ്ചേഞ്ച് നടത്തിയിട്ട് ഇനി 1000 കുറച്ചും കൂടി ഉണ്ട്. 300 പിന്നെ കുറച്ചൊക്കെ നമ്പർ ഉണ്ട്, 1000 ആയിട്ടില്ല. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ അത് അയക്കുന്നതാണ്. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് എന്തെങ്കിലും പറയുന്നു. അപ്പോൾ ഞാൻ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ ആയിട്ട് വേണ്ടേ സെറ്റിൽമെൻറ്റ് റഷ്യ അയച്ചിട്ട് വേണം, എന്നിട്ട് ഉക്രൈൻ അത് ശരിയാണ് എന്നൊക്കെ പറയണം. അതിൻ്റെ ഇടയ്ക്ക് ആക്രമണമൊക്കെ നടക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ കണ്ടീഷൻസുകൾ ഉക്രൈന് റഷ്യയുടെ അയക്കണതിന് എന്തായാലും ഫുള്ള് ഉക്രൈൻ അങ്ങനെ സമാധാനം റെഡി ആവാൻ സാധ്യതയില്ല. ഇനി സാധ്യത ഉള്ളൊരു സാധനമാണെങ്കിലും അടുത്ത ആഴ്ചയിലേക്ക് അതിൻ്റെ വൈൻഡപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല രണ്ടുപേരും. കാരണം അപ്പോൾ ഇതിനെ അയച്ചിട്ട് ഞാൻ റിസീവ് ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് എഫക്റ്റ് ആകാൻ സാധ്യതയില്ല. പിന്നീട് അതിൻ്റെ കൂടുതൽ നെഗോഷിയേഷൻസും കൂടുതൽ ടോക്സൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തകർന്നറിയാൻ നെക്സ്റ്റ് വീക്കിലേക്ക് സാധ്യതയില്ല. നെക്സ്റ്റ് വീക്കിൽ ഈ യൂറോപ്യൻ യൂണിയന് വേണ്ടിയിട്ട് ട്രംപ് മുന്നോട്ട് വെച്ച ആ ത്രെട്ട് തന്നെ ആയിരിക്കും ഏറ്റവും വലിയത്. ആപ്പിളിൻ്റെ നേരെയും ട്രംപ് കൊടുത്ത ആ ഒരു 25% അതും. പിന്നെ യൂറോപ്യൻ യൂണിയനിൽ എന്ത് സാധനം അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലും 50% ട്രംപിൻ്റെ ത്രെട്ട്. അത് ജൂൺ 1 മുതലാണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അത് മാറ്റങ്ങളൊക്കെ വരുമെങ്കിലും ആ ഒരു താരിഫ് നികുതി കൂട്ടുന്ന ആ ഒരു ഇതായിരിക്കും ഗോൾഡിനെ ഉയർത്താൻ തന്നെയാണ് അടുത്ത ആഴ്ച സാധ്യത. അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് 71,920.